ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 16, ഒന്നാമത്തെ വായനാഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങൾ. ഇവിടെ ഈ നടന്ന കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത്. പക്ഷേ അതിന് ഇസ്രായേലിൻ്റെ ഒരു ഗോത്രവുമായിട്ട് ബന്ധമുണ്ട് താനും. അത് മറ്റൊന്നുമല്ല, എഫ്രൈം മലനാട്ടിൽ മീഖാവ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് അവൻ്റെ അമ്മയുടെ 1001 വെള്ളിപ്പണം മോഷ്ടിച്ചു. എന്നാൽ അമ്മ ഇത് കളവ് പോയതും ആ അമ്മ ഒരു ശപഥം ചെയ്തതും കേട്ടതുകൊണ്ട് ആ മകൻ അത് തിരികെ കൊടുത്തിട്ട് അവൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തു. അപ്പം അവിടെ ആ അമ്മ പറയുന്നൊരു കാര്യം, എൻ്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു എന്നാണ്. സാധാരണ എന്ത് പറ്റും, ആ മകനെ ശകാരിക്കുകയും ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. അവിടെ നമുക്ക് മാതൃകയാകേണ്ട ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തിരികെ കൊടുത്തത് വഴി ആ മകനോട് പറയാം, യഹോവയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. മോഷ്ടിച്ചതല്ല, മറിച്ചത് മോഷ്ടിച്ചതിന് വന്ന തെറ്റ് തിരുത്താൻ ആ മോഷ്ടിച്ച വെള്ളിപ്പണം അമ്മയ്ക്ക് തിരികെ കൊടുത്തപ്പോൾ അത് മോഷ്ടിച്ചതിനേക്കാളും ശ്രേഷ്ഠമായ ഉദാത്തമായ ഒരു സ്വഭാവമായി പ്രവൃത്തിയായി കണ്ടുകൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവനെ കുറ്റപ്പെടുത്തുകയല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണ് അവിടുത്തെ. എന്നിട്ട് സംഭവത്തിലേക്ക് വരാം. എന്നിട്ട് അവൻ്റെ അമ്മ 1100 വെള്ളിപ്പണം, അതിൽ 200 വെള്ളിപ്പണം മടക്കി കൊടുത്തിട്ട് ഒരു കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ അത് ദൈവത്തിന് നേരുകയാണ്, യഹോവയ്ക്ക് നേരുകയാണ്. അത് മടക്കി കൊടുത്തു. 200 വെള്ളിപ്പണം എടുത്ത് തട്ടാൻ്റെ കയ്യിൽ കൊടുത്ത് അത് കൊത്തുപണിയും വാർപ്പുപണിയുമായ വിഗ്രഹം ഉണ്ടാക്കി. അത് വിഗ്രഹമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾക്ക് ഉപദേശമാണ്. എന്നാൽ ഇത് സംഭവിച്ച കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അത് മീഖാവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു. അവന് ഏഫോദും ഗ്രഹവും ഉണ്ടാക്കിച്ച തൻ്റെ പുത്രന്മാരുടെ ഒരുത്തിനെ കരപൂർണ്ണം കഴിച്ചു. അവൻ്റെ പുരോഹിതനായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദയിലെ ബേത്ലഹേമിലായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ്, അവൻ ലേവ്യനും അവിടെ വന്നു പാർത്തവനും അത്രേ. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ലേവ്യൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്? യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്ന ഒരു ലേവ്യൻ. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ വന്നവൻ യഹൂദനല്ലേ, എങ്ങനെയാണ് ലേവ്യനാകുന്നത്? നമുക്കറിയാം, 48 പട്ടണങ്ങൾ 6 ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് പട്ടണങ്ങൾ കൊടുത്തതെന്ന് നമുക്കറിയാം. ആ 4 പട്ടണങ്ങളിൽ യഹൂദ ഗോത്രത്തിലെ സ്ഥലത്തും ലേവ്യന് പട്ടണത്തിന് അവകാശം കൊടുത്തിട്ടുണ്ട്. പുൽപ്പുറങ്ങളും ഒക്കെയുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. വേറെ ഗോത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേവ്യന് താമസിക്കാൻ അവകാശം കിട്ടിയ ഗോത്രത്തിനിടയിൽ താമസിച്ചിരുന്ന ലേവ്യനാണ് ഈ വന്ന യുവാവ്. ഈ യുവാവ് ലേവ്യ ഗോത്രത്തിന് കിട്ടിയ സ്ഥലത്തിനകത്താണ് അവർക്ക് പ്രത്യേക അവകാശം കിട്ടിയത്. അവിടെയാണ് താമസം. അതുകൊണ്ടാണ് യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്ന ലേവ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ചെന്ന് എവിടെയെങ്കിലും സ്ഥലം കിട്ടുന്നിടത്തൊക്കെ ചെന്ന് പാർക്കുന്ന ഒരു സ്വഭാവത്തിലായിരുന്നു. ഒരു സ്ഥലത്തിലും അവിടെ ഇഷ്ടപ്പെട്ടാൽ അവിടെ പാർക്കും, പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പാർക്കും. അങ്ങനെ അവിടെ വന്ന എഫ്രൈം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി. മീഖാവ് കണ്ടു. മീഖാവ് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു, നീ ആരാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ബെത്ലഹേമിൽ നിന്ന് വരുന്ന ലേവ്യനാകുന്നു, ഞാൻ കിട്ടുന്നിടത്ത് പാർക്കാൻ പോവുകയാണ്, തരം കിട്ടുന്നിടത്ത് പാർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മീഖാവ് എന്നോട് പറഞ്ഞു, ശരി, എന്നോടുകൂടെ പാർത്തു, നീ എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം. ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം. അങ്ങനെ ലേവ്യനകത്ത് നിന്ന് അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി. ആ യുവാവ് അവൻ്റെ സ്വന്തം പുത്രന്മാരുടെ ഒരുത്തിനെ പോലെ ആയിത്തീർന്നു. മീഖാവ് ലേവ്യനെ കരപൂർണ്ണം കഴിപ്പിച്ചു. യുവാവ് അവന് പുരോഹിതനായി തീർന്നു. മീഖാവിൻ്റെ വീട്ടിൽ പാർത്തു. ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കിയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഖാവ് പറഞ്ഞു. അപ്പോൾ മീഖാവിൻ്റെ മനസ്സിൽ അങ്ങനെയാണ്, ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കുന്നത് എനിക്ക് ദൈവം നന്മ ചെയ്യാൻ ഇടയാക്കും എന്നുള്ള ചിന്തയിലാണ് ഇത് മീഖാവ് ചെയ്യുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പം അക്കാലത്ത് വീണ്ടും അവിടെ പറയുന്നത്, നമ്മൾ ഈ 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു.
ഈ ദാൻ ഗോത്രക്കാർക്ക് സംഭവിച്ച കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ദാൻ ഗോത്രക്കാരെ അവർക്ക് കൊടുത്ത പ്രദേശം, അതായത് അതിൻ്റെ 17-ാമത്തെ വാക്യം മൂലം കണ്ടാന്ന് തോന്നുന്നു, ദാൻ ഗോത്രത്തിന് അവകാശം കിട്ടിയ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ തന്നെ പറയുന്നുണ്ട് അവർക്ക് അവിടെ അവകാശം നഷ്ടപ്പെട്ടു പോയത്. എങ്ങനെയാണ് അവകാശം നഷ്ടപ്പെട്ടു പോയത്? അത് അമോര്യരാണെന്ന് തോന്നുന്നു. അമോര്യർ അവരെ ഞെരുക്കി തള്ളി തിക്കി തള്ളി കയറ്റി അവരെ അങ്ങ് പർവ്വതത്തിൻ്റെ മുകളിലേക്കും കയറ്റി. അപ്പം അവർക്ക് ആ ഒരു കൊടുത്ത ദേശം അവരുടെ കയ്യിൽ നിന്ന് പോയി ദാനിന് ഒരു ഗോത്രപ്രദേശം ഇല്ലാതാകുന്ന ഒരവസ്ഥ വന്നു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതോടെ നമ്മൾ വായിച്ചായിരുന്നു, അവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ദാൻ ഗോത്രം വടക്കോട്ട് പോയി വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ തൻ്റെ അപ്പൻ്റെ അവിടെ പിടിച്ചെടുത്തിട്ട് അതിൻ്റെ അപ്പൻ്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് ആ സ്ഥലത്തിന് പേരിട്ടിട്ട് അവിടെ താമസിച്ചു. നമ്മളവിടെ യോശുവ 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞൊരു ഗോത്രവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞത്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്ന് വരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല. അങ്ങനെയിരിക്കെ ദേശം ഒറ്റ നോക്കി പരിശോധിക്കേണ്ടതിന് ദാന്യർ പരാക്രമശാലികളെ 5 പേരെ അയച്ചു. അവർ ചെന്ന് നടന്നവരെത്തിയത് എഫ്രൈം മലനാട്ടിലാണ്. മീഖാവിൻ്റെ വീട് വരെ എത്തി, അവിടെ പാർത്തു. മീഖാവിൻ്റെ വീടിനരികെ എത്തിയപ്പോൾ അവർ ആ ലേവി യുവാവിൻ്റെ ശബ്ദം കേട്ടറിഞ്ഞ് അവിടെ കയറി ചെന്ന് അവനോട്, ഇവിടെ നിന്നെ കൊണ്ടുവന്നതാര്? നീ ഇവിടെ എന്ത് ചെയ്യുന്നുവെന്ന് ലേവിനോട് ചോദിച്ചു. അപ്പോൾ ലേവിൻ പറഞ്ഞു, ഞാനിവിടെ ഈ മീഖാവിന് പുരോഹിതനായിരിക്കുകയാണ്, എനിക്ക് ഇന്നത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമെന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പം ലേവൻ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ പോകാം, നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ആ 5 പുരുഷന്മാരും ലേയിശിലേക്കാണ്, ലേയിശ് എന്ന സ്ഥലത്തേക്കാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈരവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവർ ദേശത്ത് ആരുമില്ല. അവർ സീദോന്യർക്ക് അകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം വന്നാൽ അവരെ സഹായിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിൽ അവർ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാം. പക്ഷേ അവിടെ സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ട്. ആരെയും പറ്റിക്കുകയൊന്നും ചെയ്യാതെ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ജനമാണ് എന്ന് അവർ കണ്ടു. പിന്നെ അവർ ഈ 5 പേരും അവരുടെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഈ വർത്തമാനം അവരോട് പറഞ്ഞു. നമുക്ക് പോയി ഇങ്ങോട്ട് ഒരു ദേശം കണ്ടു, ഒന്നിനും കുറവില്ലാത്ത ദേശം, സമാധാനമുള്ള ദേശം, നമ്മൾ എന്തെങ്കിലും ചെയ്താലും ആരും ഒന്നും ചെയ്യാത്ത, നമുക്ക് സുഖമായി ആ ദേശം പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 600 പേര് യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ എഫ്രൈം മലനാട്ടിലേക്ക് ചെന്ന് മീഖാവിൻ്റെ വീടിനരികെ എത്തി. അപ്പോൾ ലേശ് ഉറ്റ നോക്കാൻ പോയിരുന്ന 5 പേര് ആ സഹോദരന്മാർ ഈ വീടുകളിൽ ഒരു ഏഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുമണിയും വാർപ്പുമണിയുമായ ഒരു വിഗ്രഹമുണ്ട് എന്നറിഞ്ഞു പോകും. അപ്പോൾ എന്നിട്ട് അവിടെ ഈ ലേവ്യ അവനോട് കുശലമൊക്കെ ചോദിച്ചിട്ട് ഈ 600 പേരും വാതിൽക്കൽ നിന്നു. 5 പേർ വീട്ടിനകത്ത് കടന്ന് അവിടെ മീഖാവ് പണിത് ലേവിനെ ഏൽപ്പിച്ചിരുന്ന വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹമൊക്കെ എടുത്ത് അവർ പുറത്തു വന്നു. എന്നിട്ട് അവർ ചോദിച്ചു, അപ്പം നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ലേവ്യൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ലേവ്യനോട് പറയുന്നു, മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളുടെ കൂടെ വാ. ഒരു വീട്ടിന് പുരോഹിതനായിരിക്കുന്നതാണ് നല്ലത്, ഒരു ഗോത്രത്തിന് പുരോഹിതനായിരിക്കുന്നതാണ് നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ലേവ്യന് ഇഷ്ടപ്പെട്ടു, സുഖിച്ചു എന്ന് പറയാം. അപ്പോൾ ഒരു ഗോത്രത്തിന് മുഴുവൻ പുരോഹിതനായിരിക്കുന്നത് കൊണ്ട് കൂടുതൽ നേട്ടവും കൂടുതൽ ഭൗതികമായ മേന്മകളും ഉണ്ടാകുമല്ലോ, അത് നന്നായി എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയി. അപ്പോൾ ഈ മീഖാവ് പുറകെ നിന്ന് ഇവരെ കളിയാക്കി കൂട്ടി വിളിക്കുകയും ദാന്യരുമൊക്കെ ഇവരുടെ ഒരുമിച്ച് കൂടി ദാന്യരെ പിന്തുടർന്നു. മീഖാവിൻ്റെ ആ പ്രദേശത്തുള്ള ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നു. അവർ ദാന്യരെ കൂവി വിളിച്ചപ്പോൾ ഈ ദാന്യർ തിരിഞ്ഞു നോക്കി മീഖാവിന്, നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടു കൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു. ഞാനുണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതന്മാരെയും നിങ്ങൾ അപഹരിച്ചു പോകുന്നത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ വരുന്നത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എന്തെന്ന് ചോദിക്കുന്നു എന്ന് മീഖാവ് പറയുന്നുമുണ്ട്. ദാന്യർ പക്ഷേ പറഞ്ഞത്, നിൻ്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, നീ അധികം ഒച്ച വെച്ചാൽ ഈ ദാന്യർ ദേഷ്യക്കാരുണ്ട്, അവർ നിന്നെ കാര്യത്തിൽ നിൻ്റെ ജീവനും നിൻ്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാന്യർ അത് പറഞ്ഞത് കേട്ടിട്ട് അവർ തന്നിൽ ബലവാന്മാരെന്ന് കണ്ടിട്ട് മീഖാവ് കണ്ടിട്ട് വ്യസനത്തോടെ അവർക്കെതിരെ ഒന്നും ചെയ്തില്ലല്ലോ, വെറുതെ ഇരുന്ന എന്നെ വന്ന് ഉപദ്രവിക്കുകയും എൻ്റെ പുരോഹിതനെ കൊണ്ടുപോവുകയും ഞാൻ പണം കൊടുത്ത് തീർപ്പിച്ചിരുന്ന ഈ സംഗതിയൊക്കെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുകയാണ്.
മോഷ്ടിച്ചെന്ന് വെച്ചാൽ ബലപ്രയോഗമായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് സങ്കടമായി, ഒന്നും പറയാൻ പറ്റാതെ നിസ്സഹായനായി മീഖാവ് തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ പിന്നീട് അവർ ലൈശിൽ പോയി സ്വൈരവും നിർഭയമായിരുന്ന ജനത്തിൻ്റെ അടുക്കിലെത്തി അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി പട്ടണം തീ വെച്ച് ചുട്ടുകളഞ്ഞു. അതും അവർക്ക് അവർ ചെയ്തൊരു ദ്രോഹം തന്നെയാണ്. ഈ സ്ഥലത്ത് താമസിച്ചിരുന്നവരെ പോയി കൊല്ലുകയും അവർ പട്ടണം തീ വെച്ച് ചുട്ടുകളയും. സമാധാനത്തിലിരുന്ന ജനം, അത് സീദോൻ അകലെയായിരുന്നു. മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലാകിയാൽ അവരെ വിടുവിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആ നഗരത്തിന് തങ്ങളുടെ പിതാവായ ദാൻ്റെ പേരിൻ പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിട്ടു. അവിടെ മുമ്പ് അതിന് ലൈഷ് എന്നാണ് പേര്. നമ്മൾ 19-ാം അധ്യായം ഏതാണ് നമ്മുടെ യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ലൈഷ് എന്നല്ല അവിടെ കാണുന്നത്, ലെമീഷ് എന്നോ അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, ലൈഷ് എന്നല്ല, വേറൊരു ഇതാണ് കാണുന്നത്. പക്ഷെ രണ്ടും ഒന്ന് തന്നെ, ലൈഷ് തന്നെയാണ് അത് തന്നെയാണ് ലൈഷ്. അവിടെ വന്ന് ഇതൊക്കെ സംഭവിച്ചു. അവർ ആ ദാന്യര് കൊത്തുമണിയായ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് അവിടെ പുരോഹിതനാക്കി വെച്ചു, ഈ മനുഷ്യനെയൊക്കെ ചെയ്തിട്ട് അവിടെ. പിന്നെ അവർ ആ വിഗ്രഹമൊക്കെ അതിനെ വെച്ച് പൂജിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ തെറ്റുകൾ തന്നെയാണ് ഒരുപാട് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ യോശുവയുടെ പുസ്തകത്തിൽ വായിച്ച കാര്യം ഇവിടെയാണ് ഈ ന്യായാധിപന്മാരുടെ പ്രകാരത്താണ് സംഭവിക്കുന്നതും അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതും എന്ന അർത്ഥത്തിൽ അതിനെ ഉള്ളൂ. ഇതിനകത്ത് നന്മയുടെ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെ. എങ്കിലും ഈ പുസ്തകം നന്മ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന പുസ്തകമല്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ ഇതിനെ സത്യവേദ പുസ്തകം എന്ന് പേര് പറയുന്നത്. ഇതിനകത്ത് നന്മകൾ മാത്രം എഴുതി വെച്ചിട്ടുള്ളൊരു പുസ്തകമല്ല. നടന്ന നന്മകളും തിന്മകളും എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. അത് രേഖപ്പെടുത്തുന്നതിന് ദൈവത്തിന് യാതൊരു മടിയും അല്ലെങ്കിൽ ഒരു നാണക്കേടും ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ദാസന്മാരോട് ഇടപെടുകയും അവരുടെ മനസ്സിൽ അത് തോന്നിപ്പിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകം ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് നന്മയായുള്ളതിനെ എടുക്കുകയും തിന്മയായുള്ളതിനെ തിരസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അങ്ങനല്ലേ സംഭവിച്ചു. അതുകൊണ്ട് നമുക്കത് ആകാം എന്ന് ചിന്തിക്കുകയല്ല, മറിച്ച് അത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണെന്നും നിർഭയമായി വസിക്കുന്ന ഒരു ജനത്തിൻ്റെ മുകളിൽ അധികാരവും പീഡനവും ഒക്കെ കൊടുക്കാൻ നമുക്ക് പാടില്ല തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മുടെ ചുറ്റുപാടുമുള്ള ജാതികളിലുള്ളതായാലും നമ്മുടെ സഹോദരന്മാരായവരായാലും മറ്റു ദേശക്കാരായാലും ആരെയും നമ്മൾ ആ തരത്തിലൊന്നും വിഷമിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ അവരെ വഴക്കുണ്ടാക്കുകയൊന്നും ചെയ്യാൻ പാടില്ലാത്ത തന്നെ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ ഹൃദയത്തിൽ ഉറച്ച് അത് പ്രകാരം ജീവിക്കേണ്ടതാണ്. അതാണ് ഈ ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകതയായിട്ടും ഞാൻ കാണുന്നത്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം. ഇവിടെ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് ഇവിടെ തൊട്ടു മുമ്പ് പറഞ്ഞതും 15 വർഷം ആയുസ് നീട്ടിക്കൊടുക്കുന്നതും പിന്നെ നിനക്ക് ശേഷം നിൻ്റെ മക്കളെ അവരെ പിടിച്ചുകൊണ്ട് പോകും, ബാബേൽ രാജാവിൻ്റെ സന്നിധിയിൽ അവരെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും അവിടെ എഴുതിയിട്ടുണ്ട്. 40-ാം അധ്യായം പൂർണ്ണമായും വരാനിരിക്കുന്ന കാലത്തെ സംബന്ധിച്ചുള്ള എഴുത്ത് തന്നെയാണ്. തുടക്കം നമുക്ക് വായിക്കാം. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് പലിച്ചു പറവേൻ. 3-ാമത്തെ വാക്യം, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരും. അപ്പം ഇവിടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്ക് എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശം നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകൻ ചെയ്തൊരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇത് യോഹന്നാൻ സ്നാപകൻ്റെ ആണെന്നുള്ളത് മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഈ വാക്യത്തോടു കൂടിയാണ്. അവിടെ തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്
മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നു. പുസ്തകം 1-ാമത്തെ പുസ്തകം അധ്യായം തന്നെ ആരംഭിക്കുന്നു ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ്. തുടർന്ന് നമുക്ക് വായിക്കാം. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. ഇതൊക്കെ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ചല്ല, മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചാണ്. എല്ലാവരും സമത്വമുള്ളവരായി തീരണമെന്നുള്ളത്. അവിടെ അധികാരസ്ഥനും അടിമയും യജമാനും എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രയെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ എഴുതുന്നത്. അല്ലാതെ മലയും കുന്നും എല്ലാം ഇടിച്ചു നിരത്തി എല്ലാം ഒരേപോലെ ആകണമെന്നില്ല. മലയും കുന്നും ഒക്കെ ഇടിച്ചു നിരത്തിയാൽ ഈ മഴ പെയ്യുന്നതും മലയിൽ തങ്ങുന്നതും അവിടുന്ന് മഴയില്ലാത്ത കാലത്തും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വെള്ളം ലഭിക്കാനുള്ള സംവിധാനമൊക്കെ ഇല്ലാതായിപ്പോൾ എല്ലാം സമഭൂമിയായല്ല. അപ്പോൾ ദൈവം അത് സമഭൂമിയല്ലാതെ ഇങ്ങനെ കുന്നും മലയുമായിട്ടൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊന്നും നിരന്നു വരുമെന്നല്ല ഇവിടെ പറയുന്നത്. അവിടെ ഉയർന്നു നിൽക്കുന്ന മനുഷ്യർ, താഴ്ന്നു നിൽക്കുന്ന മനുഷ്യർ, കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർ, സ്വഭിക്ഷം അനുഭവിക്കുന്ന മനുഷ്യർ, പീഡിപ്പിക്കുന്ന മനുഷ്യർ, പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർ, ഈ മനുഷ്യരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാം സമമായി വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നു. കേട്ടോ, വിളിച്ചു പറക, നീ ഒരുത്തൻ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. ഇതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. തുടർന്ന് നമ്മൾ താഴോട്ട് വായിക്കുന്നത്, യഹൂദ നഗരങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഉയർത്തുക, ശബ്ദം ഉയർത്തി പറയുക, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അപ്പം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്താണ് യേശുക്രിസ്തു വരുന്നത് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്തുണ്ട്. യേശുക്രിസ്തുവിന് അന്ന് ദൈവത്തിൻ്റെ മകനായി മനുഷ്യനായി വരികയാണെങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ അതേ പവറോടെ, അതേ അധികാരത്തോടെയാണ് യേശുക്രിസ്തു ന്യായം വിധിക്കാൻ വരാനുള്ളത്. അപ്പോൾ അവിടെ അത് ദൈവം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അത് തന്നെയാണ്. ഇതാ ദൈവം എന്ന് പറയുക, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ആരുടെ ഭുജം? യേശുക്രിസ്തുവിൻ്റെ ഭുജം ദൈവത്തിന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിലുള്ള ദൈവം കൊടുക്കേണ്ട കൂലിയും പ്രതിഫലവും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. ഇതൊക്കെ നമ്മൾ വായിച്ചു പോകുന്നത് ഓർക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്. ദൈവം ഉള്ളം കൊണ്ട് വെള്ളം അളക്കുകയും ചാടുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ. ദൈവത്തെക്കുറിച്ചാണ്. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവനെ മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ. അപ്പോൾ ദൈവത്തെ ആരും ഒന്നും പഠിപ്പിക്കുകയോ അല്ലെ ദൈവത്തിന് സമനായിരിക്കുകയോ ദൈവത്തിന് സൃഷ്ടിയില്ല ഇങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തെ ഉപദേശിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല. അപ്പോൾ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവത്തിനും ഉയർന്നിരിക്കുന്നവനാണ്. ദൈവമാണ്. നമ്മൾ ദൈവത്തെ പോലെ തന്നെ ദൈവമായിട്ട് തന്നെ കാണണം. അതൊരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയോ ഛായയോ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവമോ ഒന്നും നമ്മൾ അങ്ങോട്ട് കാണരുത്. എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് പ്രാപിക്കുന്നതല്ലാതെ അങ്ങോട്ട് ദൈവം ഒന്നും ആരുടെ കയ്യിൽ നിന്നും ഒന്നും പ്രാപിക്കുന്നില്ല. എന്നിട്ട് താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ. അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന. അങ്ങനെ ആരോടും ആലോചന കഴിച്ചിട്ടില്ല. ദൈവത്തിന് അങ്ങനെ ആലോചന കഴിക്കേണ്ട കാര്യമില്ല. കാരണം സർവജ്ഞാനിയായ ദൈവം, എടാ ഇതിനെക്കുറിച്ച് നിൻ്റെ അറിവൊന്ന് പറഞ്ഞതാ എന്ന് ഒരു മനുഷ്യരോടും പറയേണ്ട കാര്യമില്ല, ഒരാളോടും പറയേണ്ട കാര്യമില്ല, ഒരു ദൂതനോടും പറയേണ്ട കാര്യമില്ല. സർവ്വവും ദൈവം അറിയുന്നത്. ദൈവത്തിന് അറിയുന്ന കാര്യം ഇങ്ങനെ ചെയ്യ് എന്ന് ദൈവം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതാ ജാതികൾ തുലാക്കൊട്ടയിൽ ഒരു വെള്ളി പോലെയും ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്ത് പൊക്കുന്നു. അപ്പം അങ്ങനെ ഭൂമിയെ സംബന്ധിച്ചും ഭൂമിയിലെ ദേശത്തെ സംബന്ധിച്ചും ഭൂമിയിലെ ജനത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളാണ് താഴേക്കുള്ളത്.
എന്നിട്ട് നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാര്? ഈ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ പറയുന്നുണ്ട്. സൃഷ്ടിച്ചതാര്? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. ദേവദൂതന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. ഏത് ദൂതന്മാരിൽ ഒരാൾ പോലും കുറഞ്ഞു കാണുകയില്ല എന്നാണ്. നമ്മൾ ക്രിസ്ത്യൻ സമൂഹം പൊതുവെ വിശ്വസിക്കുന്ന എന്താണ്? ദൂതനെ വെട്ടി താഴത്തോട്ടിട്ടു എന്നാണ്. അപ്പോൾ അങ്ങനെ ദൂതനെ വെട്ടി താഴോട്ടിട്ടു, ആ ദൂതൻ പിശാചായി അല്ലെങ്കിൽ സാത്താനായി എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? അതിൽ നിന്ന് ഒരെണ്ണം പോലും കുറഞ്ഞു കാണുകയില്ല. ആരും പാപം ചെയ്യത്തില്ല. ദൂതന്മാർക്ക് പാപം ചെയ്യാൻ കഴിയില്ല. അതാണ് വചനം പറയുന്ന സത്യം. അവയെ സർവകാലത്തേക്കും അവർക്ക് തെറ്റിപ്പോകാൻ കഴിയാത്ത ഒരു നിയമം, മാറിപ്പോകാൻ കഴിയാത്ത, അവർക്ക് സ്വയമായിട്ട് ഞാൻ ഈ നിയമത്തിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ നിയമത്തിൽ തെറ്റിക്കുന്നു എന്നൊരിക്കലും കഴിയാൻ പറ്റാത്ത വിധം അവരുമായിട്ടൊരു നിയമം വെച്ചിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ നിയമം വെച്ചിരിക്കുന്ന പോലെ ഈ ദൈവദൂതന്മാർക്കും ഒരു നിയമമുണ്ട്. ആ നിയമം മാറാൻ അവർക്ക് ഒക്കത്തില്ല. അവർക്ക് വേണമെന്ന് വിചാരിച്ചാലും ഒക്കത്തില്ല, വേണമെന്ന് അവർ വിചാരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സത്യമാണ്, ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവദൂതന്മാരിൽ ഒരെണ്ണം പോലും കുറഞ്ഞു കാണുകയില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരുവനെയും വെട്ടേറ്റ് ഭൂമിയിൽ വീണിട്ടില്ല. ആരും ദൈവത്തോട് മറുത്ത് നിന്നിട്ടില്ല. അതൊക്കെയും ആ ഭാഗത്ത് വായിച്ച് മനസ്സിലാക്കണം. ആരാണ് ദൈവത്തിനെതിരെ നിന്നത്, ആരാണ് ദൈവമായിട്ട് സ്വയം അവരോധിക്കാൻ വേണ്ടി തക്കവണ്ണം മനസ്സിൽ അഹങ്കാരം നിറഞ്ഞത് എന്നൊക്കെ വായിക്കുമ്പോൾ അതെല്ലാം മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലാവും. അതൊന്നുകൂടെ ശ്രദ്ധയിരുത്തി വായിക്കണം അത്തരം ഭാഗങ്ങൾ. അപ്പം നമുക്കിവിടെ തിരിച്ചു വരാം. ദൈവദൂതന്മാരിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അതാണ് ഇവിടെ നമ്മൾ വായിക്കണം, ശ്രദ്ധിക്കും. യെശയ്യാപ്രവാചകൻ പറഞ്ഞ അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അങ്ങനെ അപ്രമേയമായ ബുദ്ധി ഉള്ളവൻ വേറൊരുത്തനോട് നിൻ്റെ ബുദ്ധി പറഞ്ഞതാ, നിൻ്റെ അറിവ് പറഞ്ഞതാ, നിൻ്റെ ഉപദേശം എന്ത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവൻ ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ദൈവം ക്ഷീണിക്കുന്നവനുമല്ല, ബലമില്ലാത്തവനുമല്ല. അവൻ ബലത്തിൻ്റെ ഏറ്റവും ബലമുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ബലമുള്ളതാണ് ദൈവം. ക്ഷീണമെന്നൊന്ന് ദൈവത്തിന് അറിയില്ല. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാരണം അതുപോലെ അപ്രമേയമായ ശക്തിയും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് ശക്തി തരാൻ ആഗ്രഹമുണ്ട്, ദൈവം ശക്തി തരും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എല്ലാവർക്കും അല്ല ഇത് പകരുന്നത്. ദൈവത്തെ കാത്തിരിക്കുന്നവർ അത് പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലും തളർച്ചയും ക്ഷീണവും ഒക്കെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് ശക്തി തരാൻ സന്നദ്ധനാണ്. ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് നമുക്ക് ഏത് പ്രയാസത്തെയും പ്രതികൂലത്തെയും അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ദൈവമാണ് നമുക്കെല്ലാത്തിലും എല്ലാമായിരിക്കേണ്ടത്. ദൈവത്തെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഉപദേശം കൂടെ നമ്മളിതിൻ്റെ ഈ 40-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കുമ്പോഴും ദൈവജനം ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാലം, വളരെ കാലത്തിന് ശേഷം ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. അവിടെ പിന്നെ ആരും ചിറകടിച്ച് കയറേണ്ട ആവശ്യമോ, ദൈവം തന്നെ അവരെ ചിറകടിച്ച് കയറ്റി ആ സ്ഥാനത്ത് എത്തിക്കും, യോഗ്യതയുള്ളവരെ. അതുകൊണ്ട് അവിടെ പിന്നെ ഒരു ചിറകടിയുടെ ആവശ്യമോ, അല്ലെങ്കിൽ ഒരു ബലത്തിൻ്റെ ആവശ്യമോ, ഒരു ഓട്ടത്തിൻ്റെ ആവശ്യമോ, ക്ഷീണിക്കപ്പെടുന്ന അവസ്ഥയോ, കണ്ണീരിൻ്റെയോ കരച്ചിലിൻ്റെ അവസ്ഥയോ, എന്തിനേറെ മരണം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, ലോകത്തിലേക്ക് നമ്മളെ ദൈവം കരം പിടിച്ച് കയറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു വലിയ ഒരു കാലത്തേക്കുള്ള പ്രവചനമാണ് 40-ാം അധ്യായം. അതിൽ സംഭവിച്ച കാര്യങ്ങളുമുണ്ട്, ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചുള്ള പ്രവചനം സംഭവിച്ചു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രവചനത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം സംഭവിച്ചു. ഇനിയും അതുപോലെ തന്നെ അത്രയും ശക്തമോ അതിനേക്കാളും ശക്തമോ അത്രയും തന്നെ കാലദൈർഘ്യം എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇനി നടക്കാനുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന ഒരു അധ്യായമാണ് 40-ാം അധ്യായം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം. 3-ാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം.
അതിൻ്റെ 1-ാമത്തെ അധ്യായം. ഇപ്പോൾ യോഹന്നാൻ എഴുതുന്ന 3 ലേഖനങ്ങൾ ഈ പുസ്തകത്തിൽ തുടർച്ചയായിട്ട് ഉണ്ട്. 1-ാം ലേഖനം, 2-ാം ലേഖനം, 3-ാം ലേഖനം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ യോഹന്നാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ, ആ യോഹന്നാൻ തന്നെയാണ് ഈ യോഹന്നാനും. ഇവിടെ നമ്മൾ ആരംഭിക്കുമ്പോൾ കാണുമ്പോൾ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിർമ്മിതി കഥകളാലല്ല, ഞങ്ങൾ കണ്ടതിനെ സാക്ഷീകരിക്കുന്നു എന്നാണ്. കണ്ടത് എന്താണ്? യേശുക്രിസ്തുവിനെ കണ്ടു, യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ടു, യേശുക്രിസ്തുവിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടു, യേശുക്രിസ്തു മരിക്കുന്നതും അടക്കപ്പെടുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതും പിന്നെ ഒരു 10-40 വർഷം ഭൂമിയിൽ മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്നതും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതും ഒക്കെ കണ്ടവരാണ് ഞങ്ങൾ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ യോഹന്നാൻ പറയുന്നത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവൻ്റെ വചനം സംബന്ധിച്ച്, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെ ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ വലിയ കാര്യമാണ് ഇതിനകത്ത് എഴുതിയത്. ഒരു വലിയ കാലഘട്ടമെന്നോ വലിയ സത്യമെന്നോ ഒക്കെ പറയാവുന്ന പല പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ആകെ 3 വാക്യത്തിനകത്ത് ഒരു ലോകം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ ഉള്ള സംഗതികൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനിത് എഴുതുന്നത്, യോഹന്നാൻ എഴുതുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നത് യോഹന്നാനാണെങ്കിലും യോഹന്നാൻ്റെ അതേ വിശ്വാസമുള്ള യോഹന്നാൻ്റെ കൂടെയുള്ള എല്ലാവരെയും യോഹന്നാൻ മനസ്സിൽ വെച്ചിട്ടാണ് യോഹന്നാൻ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയുന്നത്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ദൂത്. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. അപ്പം ദൈവത്തോട് നടക്കുകയും നമുക്ക് ഇരുട്ടാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്താൽ അത് തെറ്റല്ലേ? നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവർ, വെളിച്ചമുള്ളവരാണ്. എന്നാൽ അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അതാണ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും നീക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമുക്ക് പാപമുണ്ട്. ആ പാപത്തെ ഓരോ പ്രാവശ്യവും കറക്റ്റ് ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ജോലിയാണ്. നമ്മൾ പാപമുണ്ട് എന്ന് തന്നെ, പാപമില്ല എന്ന് പറയരുത്. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവൻ്റെ വചനം നമ്മളില്ലാതെയായി. അവൻ്റെ വചനം എന്തായിരുന്നു? സർവ ഭൂമിയും, അല്ലേ? അങ്ങനല്ലേ വചനം? എല്ലാവരും എല്ലാറ്റിലും തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു, ഭൂമി മുഴുവൻ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പം ആരും ഇല്ല, നന്മ ചെയ്യുന്നവരാരുമില്ല. എല്ലാവരും തെറ്റി ഒഴിഞ്ഞ് വഷളന്മാരായി നടക്കുന്നതാണ് ദൈവം ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ച് പറയുന്നത്. അപ്പം അതിനകത്ത് ആരുമില്ല, എല്ലാവരും തെറ്റി ഒഴിഞ്ഞ് നടക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ആ വചനത്തിന് വിരുദ്ധമായിട്ടാണ് പറയുന്നത് ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുക, ദൈവത്തിനെ കള്ളനാക്കുകയാണ്. ദൈവം കള്ളം പറഞ്ഞു എന്നല്ലേ നമ്മൾ പറയുന്നത്? ദൈവം പറഞ്ഞാൽ എന്താണ്? നല്ലവനില്ല, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവം പറഞ്ഞെടുത്ത് നമ്മൾ പറയണം ഞാനൊരുത്തനുണ്ട്, ഞാൻ നന്മ ചെയ്യുന്നവനാണ്, ഞാൻ പാപം ചെയ്യാത്തവനാണെന്ന് പറയുമ്പോൾ ദൈവത്തെ അസത്യവാദിയാക്കുന്ന, അല്ലെ ദൈവത്തെ കള്ളനാക്കുകയാണ്. ആ വചനം നമ്മളില്ലാതെയായി. അപ്പം നമ്മളിൽ ആ വചനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനും തെറ്റുകാരൻ തന്നെ, ഞാനും പാപിയാണ് എന്ന് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ എന്താണ്? ഞാനതിൽ ഒന്നാമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആര് തരത്തിലാണ് അതിനെ നമ്മൾ കാണുന്നതും മനോഭാവത്തോട് ജീവിക്കേണ്ടതും? നമ്മൾ തികഞ്ഞവരാകണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം തന്നെ. അതിനേക്കാണ് നമ്മൾ ദൈവം വിളിച്ചതും ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ. പക്ഷേ തികഞ്ഞവരാണ് എന്ന് നമ്മളിലുള്ളിൽ ഭാവം നമ്മളിൽ വരരുത്. നമ്മൾ തെറ്റുകാരനായിരിക്കുമ്പോഴും കുറ്റക്കാരനായിരിക്കുമ്പോഴും തന്നെയാണ് യേശുക്രിസ്തു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി കൊടുത്തത്. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, ആ ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ടുള്ള താഴ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഇനി രണ്ടാമത്തെ അധ്യായം ഉണ്ടായി. ഞാൻ ആദ്യം 1-ാമത്തെ അധ്യായം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
1ഉം 2ഉം അധ്യായങ്ങളുണ്ട്. 2-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാൻ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന്, യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യാൻ നമ്മൾ കള്ളന്മാരായ അവസ്ഥയിലേക്കാണ് മാറുന്നത്. നമ്മൾ കള്ളന്മാരാകുന്നു. സത്യം അവനിലില്ല. ആർക്കാണ്? നമ്മളിലൊരു. അവനിലെന്ന് പറയുന്നത് ആരാണോ അത് ചെയ്യുന്നതെന്നുള്ള, അത് നമ്മളാണെങ്കിൽ നമ്മളിൽ ആ സത്യം ഇല്ല. എന്നാൽ ആരെങ്കിലും ദൈവത്തിൻ്റെ പ്രമാണം, യേശുക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹവും വാസവും. അപ്പോൾ സ്നേഹമുണ്ടെങ്കിലേ ചെയ്യാനൊക്കെ ഉള്ളൂ. ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലേ ചെയ്യാനൊക്കെ ഉള്ളൂ. നാം അവനിൽ നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവർ യേശുക്രിസ്തു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഞാനൊരു പുതിയ കൽപ്പന, അത് പുതിയ കൽപ്പന അല്ല, ആദിവൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന തന്നെ. ആ വചനം, നിങ്ങൾ കേട്ട വചനം തന്നെ പുതിയ കൽപ്പന, അത് മറ്റൊന്നുമല്ല. ഇതാണ് പഴയ കൽപ്പന, നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നുവെന്ന് പറയാം. അത് പറയാൻ പോവാണ്. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നോളം ഇരുട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നവന് വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോഹിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ ആദ്യമുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിലും ദൈവവേന നിങ്ങൾ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഇത് ആർക്കൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണെന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, സ്നേഹമാണ് നമ്മളെ ദൈവത്തിനെ അനുസരിക്കാനിടയാകുന്നത്. സ്നേഹമാണ് ആരോട്? ദൈവത്തോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തു തന്നെ പറയുന്നത് എന്താണ്? ഇത് എൻ്റെ വചനം എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റേത് അത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റേതല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ കാണണം. അതുകൊണ്ട് തന്നെ ആ വചനങ്ങളെയും നമ്മൾ ഭയക്കണം, അത് നമ്മൾ അനുസരിക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം ദൈവത്തിൽ നിന്നായതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇതെല്ലാം അനുസരിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അപ്പോൾ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല, ദൈവത്തിൻ്റെ സ്നേഹം അവനിലില്ല എന്നുള്ളതാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. ഈ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം നമ്മൾ രണ്ടിടത്ത് കൃത്യമായി കാണുന്നുണ്ട്. ഒന്ന്, ആദമിൽ കനി പറിച്ച് തിന്നിട്ട് ഹൗവ അതുകൊണ്ട് ആദമിനെ ഏൽപ്പിക്കുമ്പോൾ ആദം വഴി കഴിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, അത് തിന്മാൻ നല്ലതും കാണാൻ ഒക്കെയും കൊള്ളാം എന്ന് പറയുന്നുണ്ട്. വിശപ്പ് മാറാൻ നല്ലത്, കാണാൻ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അതാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുമ്പിലും ഈ 3 കാര്യങ്ങളാണ്. നിനക്ക് വിശക്കുന്നുവെങ്കിൽ നീ കല്ലുകളെ അപ്പമായി തിന്നാൻ പറയും, അത് ജഡമോഹമാണ്. പിന്നെ നിനക്ക് എല്ലാം തരാമെന്ന് പറയുന്നത്, നിന്നെ സകലത്തിനും മേളിലാക്കി എന്നെ നമസ്കരിച്ചാൽ നിനക്ക് ലോകത്തിൻ്റെ അധികാരത്തിലെല്ലാം തരാം. ഇതെങ്ങനെ കാര്യങ്ങൾ പറയുന്നിടത്തെല്ലാം ഈ 3 മോഹങ്ങളുമുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അവർക്ക് മാത്രമല്ല നമുക്കുമുണ്ട്, പ്രിയമുള്ളവരെ. അപ്പോൾ ഇതൊക്കെ ലോകത്തിൽ നിന്നുള്ളതാണ് എന്നും അവിടെ പറയുന്നുണ്ട്. ഇത് ഈ ഒരു ആദമിൻ്റെ മുമ്പിൽ വന്ന ഈ ഒരു പ്രലോഭനവും ഈ ഒരു മോഹത്തിൻ്റെ പരീക്ഷയും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന ഇതേ പരീക്ഷയും തന്നെയാണ് ലോകത്തുള്ള സകല മനുഷ്യർക്കുമുള്ള പരീക്ഷ. ഇവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. അവിടെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനും എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ മോഹം, അപ്പോൾ ക്രിസ്തു അവിടെ പറയുന്നുണ്ടല്ലോ, കല്ലുകളെയൊക്കെ അപ്പമാക്കി തിന്നാൻ എനിക്ക് പറ്റും, പക്ഷേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനവും കൊണ്ടും ജീവിക്കുന്നു. അപ്പം നമുക്ക് ആ വചനം തന്നെ നമ്മുടെ വിശപ്പും മറ്റു പ്രശ്നങ്ങളെല്ലാം മാറ്റും, അതിനുള്ള ധൈര്യം തരും, ഉത്സാഹം തരും, ആത്മവിശ്വാസം തരും.
പിന്നെ പുതുക്കം തരും. എല്ലാത്തിലും ഈ വചനം നമുക്ക് നല്ലതാണ്. അതായത് സാഹചര്യം, അതായത് ക്രിസ്തു ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു സന്ദർഭത്തിൽ ക്രിസ്തു അതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്, പ്രയോജനപ്പെടുത്തിയത്, അതുപോലെ നമ്മൾ വരുന്ന ഓരോ ഘട്ടത്തിലും ഈ ദൈവവചനം നമുക്ക് ക്രിസ്തുവിന് ആ മൂന്ന് പഴയ നിയമ പുസ്തകത്തിലെ 3 വചനങ്ങളാണ് ക്രിസ്തു അവിടെ ഉപയോഗിക്കുന്നത്. ആ വചനങ്ങൾ അപ്പമായി നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെയും അതിജീവിക്കാൻ, ജയിക്കുവാനുള്ള ശക്തി നമുക്ക് തരും. അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസ്ഥയൊക്കെ വരുമ്പം എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എതിർ ക്രിസ്തു ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നൊക്കെയും പറയുന്നുണ്ട്. എന്നിട്ട് ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിത്യജീവനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. അപ്പോൾ നിങ്ങളെ തെറ്റിക്കുന്നവരോർത്ത് ഞാൻ നിങ്ങൾക്കിത് എഴുതിയിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ അല്ല വേറെ കാര്യങ്ങളാണെന്ന് പറയുകയും, നിത്യജീവനെ വലിയ പ്രാധാന്യം കാണാതെ സമ്പത്തിൻ്റെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഒരു മീറ്റിങ്ങിലൊക്കെ ചെന്നാൽ നിൻ്റെ പിന്നെ ദാരിദ്ര്യം മാറ്റാം, നിനക്ക് സമ്പത്ത് വരാം, നിനക്ക് പുതിയ വീട് എന്നൊക്കെ പറയും, നിനക്ക് മക്കളുടെ ജോലി, വിദേശയാത്ര, ഇതൊക്കെയാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യം. പ്രോസ്പെരിറ്റികളൊക്കെയാണ് അത് ഭൗതികമായി വരുന്ന നന്മകളെ സംബന്ധിച്ചാണ് പല ഡിനോമിനേഷനുകളിലും കൂടുതലായി പ്രസ്താവിക്കപ്പെടുന്നത്. നിത്യജീവനെക്കുറിച്ചല്ല എന്നുള്ളതാണ്. നിത്യജീവൻ്റെ പ്രസംഗങ്ങളോ നിത്യജീവനുള്ള പ്രാധാന്യമോ നമുക്ക് അത്തരം കൂട്ടങ്ങളിൽ കാണാനൊക്കത്തില്ല. അവിടെ എല്ലാം കാണുന്നത് സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യം. മനുഷ്യനതാണല്ലോ വേണ്ടത്, മനുഷ്യനത് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അത് ദൈവം തരാൻ തയ്യാറാണ്, ദൈവം നിങ്ങൾക്കത് തരും. അങ്ങനെ കൊടുത്തിട്ടുള്ള ആളുകൾ, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, ഇസഹാക്ക് സമ്പന്നനായിരുന്നു, യാക്കോബ് സമ്പന്നനായിരുന്നു, അതുപോലെ തന്നെ നിങ്ങളെയും ദൈവം സമ്പന്നനാക്കുമെന്നാണ് അവിടെ ഉപദേശം. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അപ്പം നിത്യജീവൻ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിൽ കുരുങ്ങി കിടക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? യഥാർത്ഥത്തിൽ എത്തേണ്ടിട്ട് നമ്മൾ എത്താതെ പോകും. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കിത് എഴുതിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് ചെറിയൊരു കാര്യമാണ്. നിങ്ങളെ തെറ്റിക്കുന്നവരോർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പം ആ ഒരൊറ്റ വാക്യം വെച്ച് തന്നെ ഒരു ദിവസം മുഴുവൻ സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളെ തെറ്റിക്കുന്നവരോർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതി. നിങ്ങൾക്ക് ദൈവം തന്ന വാഗ്ദത്തം നിത്യജീവനാണ്. ആ നിത്യജീവനിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്നവരോർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നിത് ഈ തരത്തിൽ ചർച്ച ചെയ്യാൻ തക്കവണ്ണം ആകും എന്ന് അറിഞ്ഞ് ദൈവം അത് അന്നേ എഴുതി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദൂരക്കാഴ്ചയെ സംബന്ധിച്ച് നമ്മൾ കാണണം. ഇന്നിപ്പം നമ്മളിത് ചർച്ച ചെയ്യുകയാണ്. എഴുതിയതാണ് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഉണ്ടായിരുന്ന ജനത്തിനോടാണ് പറഞ്ഞത്, ഇത് നിങ്ങളെ ഞാൻ ഓർക്കാൻ വേണ്ടി എഴുതുന്നതാണെന്ന്. ആർക്ക് വേണ്ടി? ഓർക്കാൻ വേണ്ടിയാണ്. ഇന്ന് വായിക്കുന്ന നമുക്കും കൂടെ വേണ്ടി ഓർക്കാൻ വേണ്ടി. ഇത് ഇവിടെ കൊണ്ട് തീരുന്നുണ്ടോ? ഇനിയും എത്രയോ തലമുറകൾ ഇത് വായിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിത്യജീവനാണ് പ്രാധാന്യമെന്ന് ഉറച്ചുകൊണ്ട്, ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷം ചെയ്യുന്നവനെ എന്നേക്കും ഇരിക്കുന്നു. എന്നേക്കും ഇരിക്കുന്നത് എവിടെയാണ്? നിത്യജീവൻ ലഭിച്ച് ദൈവരാജ്യത്തിലാണ് എന്നേക്കും ഇരിക്കുന്നത്. അവിടെ എന്നേക്കും ഇരിക്കുന്നതാണ് പ്രാധാന്യം. അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതെന്നുള്ളതാണ്. മറിച്ച് ബാക്കിയെല്ലാം നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, വാഹന സൗകര്യങ്ങൾ വേണം, നല്ല വിവാഹ ബന്ധങ്ങൾ വേണം, കുഞ്ഞുങ്ങളുടെ പഠനം വേണം, അവരുടെ ഭാവി വേണം, ഒക്കെ ശരിയാണ്. അതെല്ലാം വേണ്ടത് തന്നെ. ദൈവം എന്താ പറയുന്നത്? ഭൂമി അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഇതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടാത്തതും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതും നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടാൻ വേണ്ടി അന്യായമായി ആഗ്രഹിക്കുന്ന ഒന്നും ലഭിക്കുമെന്ന് വചനവും പറയുന്നില്ല, ഞാനും ഇവിടെ പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ ക്രിസ്തുവിൻ്റെ പറയുന്നത് പോലെ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഇതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരവും വസ്ത്രവും പാർപ്പിടവും കുഞ്ഞുങ്ങളുടെ സമാധാനം, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അത് ദൈവം നോക്കിക്കൊള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്, നിത്യജീവനാണ് പ്രാധാന്യം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം അങ്ങനെ നമ്മൾ നീതിമാന്മാർ എന്ന് ദൈവം ഇപ്പം നീതിമാനായതുകൊണ്ടല്ല ദൈവം നീതിമാൻ എന്ന് നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നത്. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടല്ല എന്ന് ദൈവത്തിൻ്റെ വചനവും ഈ ബൈബിളും ആധാരമാക്കി നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആരാണെന്ന് യഥാർത്ഥമായി അറിഞ്ഞ് വിശ്വസിക്കുന്നവൻ അവൻ നീതിമാനായിട്ട് ദൈവം കണക്കാക്കുകയാണ്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും എന്നും നമുക്ക് വാക്യമുണ്ട്, അല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം നീതീകരിച്ചവനാണ്. അവനെ ആരാണ് കുറ്റം വിധിക്കാൻ പോകുന്നത്? പക്ഷേ ലോകം അവനെ കുറ്റം വിധിച്ചു. പക്ഷേ ആ കുറ്റമൊക്കെ നിലനിൽക്കുന്ന കുറ്റങ്ങളാണോ? അതുപോലെ തന്നെയാണ്
നമ്മളിൽ ആരെങ്കിലുമൊക്കെ യഥാർത്ഥ വിശ്വാസത്തിൽ ബൈബിളിലെ വിശ്വാസത്തിൽ ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മളും നീതിമാന്മാരാണ് ദൈവത്തിൻ്റെ കണ്ണിൽ. നീതി ചെയ്തത് കൊണ്ടല്ല, അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ആ വിശ്വാസത്തിൽ അവനെ നീതിമാനായിട്ട് ദൈവം കാണുകയാണ്. ഇനി അത് യഥാർത്ഥത്തിൽ ഒരു നീതിമാനാണ് എന്ന് തെളിയണമെങ്കിൽ അത് ദൈവരാജ്യത്തിൽ നമ്മളുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ യഥാർത്ഥ നീതിമാനാണോ നീതിമതിയാണോ എന്നൊക്കെ വെളിവാക്കപ്പെടാൻ പോകുന്നത്. അതിലേക്ക് എത്തണം. ദൈവം നമ്മളെ നീതിമാനായിട്ട് വിളിച്ചു, നീതിമാനായി കാണുന്നു, നീതിമാനായി ആ ദൈവരാജ്യത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിലേക്ക് എത്തുക എന്നുള്ള പ്രോസസ്സിൽ നമ്മളാണ് സ്ഥിരതയോടെ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് നമ്മളാണ്. ആ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാകുവാൻ ഈ അധ്യായങ്ങൾ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ ഈ നമ്മൾ കഴിഞ്ഞു പോയ വാക്യങ്ങളൊക്കെ ഇടയാക്കി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് ദൈവം സഹായിച്ചവർ നമുക്ക് ദൈവത്തെ നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യാം. 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സഹായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.